ഈ വഴിയരികിൽ റൈറ്റർ ഇരുട്ടിൻ്റെ കൂട്ടുകാരി ഭാഗം 3. അച്ഛനും ഏട്ടനും വേദികയും ഒക്കെ വന്നു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെയും ആരെയൊക്കെയോ വരുന്നു, മധുരം തരുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ തിരക്കോട് തിരക്ക്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാണത്രേ. അതാണ് എല്ലാവർക്കും ഇത്ര സന്തോഷം. ഇന്നുവരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഞങ്ങളുടെ വീട്ടിലിന്ന് തിരക്കോട് തിരക്ക്. പക്ഷേ എൻ്റെ മനസ്സ് തേടിയ ആൾ മാത്രം വന്നില്ല. ആ നീറ്റൽ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി എൻ്റെ കണ്ണീർ കണ്ടത് പെയ്തു തോർന്ന മഴയും ഇരുട്ടും മാത്രമായിരുന്നു. എന്നത്തെയും പോലെ ഇന്നും രാവിലെ അമ്മയുടെ ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. വാവേ, ഒന്നിങ്ങോട്ട് വായോ വേഗം. ഞാൻ കണ്ണു തുറക്കാതെ തന്നെ എഴുന്നേറ്റിരുന്നു. 2 കൈയും മുകളിലേക്കാക്കിയൊന്ന് മൂരി നിവർന്നു. പിന്നെ കണ്ണു തിരുമ്മി തുറന്ന് കട്ടിലിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് നടന്നു. വാതിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ കണ്ടു ഒരു തോർത്തുമുണ്ട് ചുമരിലൂടെ ചുറ്റി നിൽക്കുന്ന അമ്മയെ. എൻ്റെ പൊന്നമ്മ, റിസൾട്ടിൻ്റെ കാര്യമോർത്ത് 2 ദിവസമായി ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. എന്നെ എന്തിനാ ഇത്ര നേരത്തെ വിളിച്ചേ? പൊതുവെ ഒതുങ്ങിയാണ് അവളുടെ സംസാരമെങ്കിലും കുറുമ്പോടുകൂടി പറയുമ്പോൾ അവളുടെ സ്വരത്തിന് ഒന്നുകൂടെ മാധുര്യം വരുമായിരുന്നു. നീ ഒന്നിങ്ങോട്ട് ഇറങ്ങി വാവേ, ഇതാരാ വന്നേന്ന് നോക്കിയേ. ഞാൻ കണ്ണും തിരുമ്മി വാതിൽ കടന്ന് പുറത്തെത്തി. കണ്ണു തുറന്നു നോക്കിയതും ശ്രീയേട്ടൻ. ഇന്നലെ റിസൾട്ട് നോക്കലും മറ്റുമായി സെൻറ്ററിൽ വല്ലാത്ത തിരക്കായിപ്പോയി. അതാ ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ പോയത്. നിവേദ അങ്ങോട്ടും വന്നില്ലല്ലോ. അതാ ഞാൻ രാവിലെ തന്നെ ഇങ്ങ് പോന്നത്. അതിനെന്താ മോനെ, നിനക്കിവിടെ വരാൻ നേരവും കാലവും ഒക്കെ നോക്കാനുണ്ടോ? ഞങ്ങളെ വിനുവിനെപ്പോലെ തന്നെയല്ലേ നീയും ഞങ്ങൾക്ക്. ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ, ഇത്തിരി തിരക്കുണ്ട്. പിന്നെ ഇന്നലെ റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സെൻറ്ററിൽ ചെറിയൊരു ആഘോഷമുണ്ട്. നിവേദയെ ഒന്ന് വിടണം. അധികം വൈകാതെ തിരിച്ചുവിടാം. അത്രയും പറഞ്ഞ് ശ്രീയേട്ടൻ പോകാനിറങ്ങി. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പോയി പല്ല് തേക്ക് പെണ്ണേ. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. ഞാൻ ശ്രീയേട്ടൻ പോകുന്നത് നോക്കി നിന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന് വല്ലാതെ കൊതിച്ചു. ശ്രീയേട്ടൻ്റെ വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നതിനോടൊപ്പം കണ്ണുനീർ എൻ്റെ കാഴ്ചയും മറച്ചുകൊണ്ടിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയാലെന്താ? ജാട അല്ലാതെന്താ? അല്ലെങ്കിൽ തന്നെ അമ്മയെ കാണാനാണോ ഇവിടെ വരെ വന്നത്? അമ്മയാണല്ലോ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയത്. ഇവിടെ വരെ വന്നിട്ട് ഒന്ന് മിണ്ടാൻ തോന്നിയില്ലല്ലോ. മിണ്ടാൻ ഞാനാരാ? പെങ്ങളോ കാമുകിയോ? ആരുമല്ല. പറയുന്നതിനോടൊപ്പം കണ്ണും ആവലാതി മുഴുവനും പെയ്തു തീർക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ ചെന്നു നിന്നത് സ്വയം ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ്. നിറഞ്ഞു തൂവിയ കണ്ണു തുടച്ചവൾ നിന്നു. ഇന്നലെ രാത്രി കരഞ്ഞു കരഞ്ഞ് എപ്പോഴാ ഉറങ്ങിയെന്നറിയില്ല. കണ്ണൊക്കെ വീർത്തു കെട്ടിയിരിക്കുന്നു. മുടിയൊക്കെ പാറിപ്പറന്ന്. അയ്യേ, ഈ കോലത്തിലാണോ ഇത്ര നേരം ഞാൻ ശ്രീയേട്ടൻ്റെ മുന്നിൽ നിന്നത്? ശ്രീയേട്ടനെ എന്ത് കരുതി കാണും? എന്ത് കരുതാനാ? ഞാൻ ആരുമല്ലല്ലോ. പിന്നെ എന്തിന് എന്നെപ്പറ്റി ചിന്തിക്കണം? എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അവസാനം മനസ്സ് ഞാൻ പറയുന്നത് കേൾക്കാതെ ശ്രീയേട്ടൻ്റെ പുറകെ തന്നെ അലയുന്നു. സ്വന്തമാവില്ല എന്നറിഞ്ഞിട്ടുകൂടി. 10 മണിക്കാണ് സെൻറ്ററിൽ ആഘോഷം. അപ്പോഴേക്കും ഞാനും എത്തി. എത്തിയതു മുതൽ കണ്ണ് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ. കുറച്ചേറെ നിമിഷത്തിനു ശേഷം കണ്ടു നല്ല നേവി ബ്ലൂ ഷർട്ടും അതേ കളർ കരയുള്ള മുണ്ടുമുടുത്ത് ആളുടെ വരവ്. ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി. ഞാനൊന്ന് കാണാൻ പാകത്തിന് നിന്നു. എവിടെ, നമ്മളെയൊക്കെ നോക്കാനാണോ പുള്ളിക്ക് നേരം? വീണ്ടും വീണ്ടും കണ്ണുകൾ അങ്ങോട്ട് തന്നെ പായുന്നു. കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒരിടത്ത് വെച്ച് മുണ്ടൊന്ന് കുടഞ്ഞ് ആൾ എൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ മുതൽ ഹൃദയം പോലും നിന്നുപോയി. ദാഹമോ വയറിനുള്ളിൽ നിന്നൊരാളലോ ഒക്കെ തുടങ്ങി. അപ്പോഴേക്കും ശ്രീയേട്ടൻ എൻ്റെ അടുത്തെത്തി. തല ഉയർത്താൻ തോന്നിയില്ല. മുഖം കുനിച്ച് നിന്നു. എപ്പോൾ എത്തി? കുറച്ച് നേരമായി. ഇരിക്കി, കുറച്ച് പേര് കൂടെ വരാനുണ്ട്.
അവരെത്തിയാൽ പ്രോഗ്രാം തുടങ്ങാം. ഹോ, അത്രയും പറയാൻ ഞാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനും അറിയാം. അനങ്ങാതെ തല താഴ്ത്തി മറുപടി കൊടുത്തു ഓരോ ചോദ്യത്തിനും. പക്ഷേ ഉള്ളിൽ ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു. എന്നോട് മിണ്ടിയല്ലോ, ദേഷ്യം കാണിച്ചില്ലല്ലോ. എന്നാൽ എൻ്റെ സന്തോഷത്തിന് അധികം ആയുസ്സില്ലായിരുന്നു. ഞങ്ങളുടെ സംസാരത്തിനിടയിലേക്ക് ഒരാൾ ഓടിക്കയറി. എടാ ശ്രീ. ചിത്തു, നീ എപ്പോൾ എത്തി? എത്തിയതേയുള്ളൂ. അവൾ വന്ന് കൈ ശ്രീയേട്ടൻ്റെ കൈകൾക്കിടയിലൂടെ കോർത്താണ് നിൽപ്പ്. എത്ര വട്ടം താൻ കൊതിച്ചതാണ് ആ നിൽപ്പ്. അവളോട് സംസാരിക്കുമ്പോൾ ശ്രീയേട്ടൻ്റെ മുഖം തെളിഞ്ഞു, പുഞ്ചിരിക്ക് മാറ്റുകൂടി. അവർ അവരുടെ ലോകത്ത്. അവിടെ ഞാനൊരു അധികപ്പറ്റാണെന്ന് തോന്നിയപ്പോൾ മെല്ലെ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് വിളി വന്നു. ഞാൻ അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു നോക്കി. നിവേദ, ഇത് ചിത്തിര, ഞങ്ങളുടെ ചിത്തു, എൻ്റെ അമ്മാവൻ്റെ മകളാണ്. അമ്മാവൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കല്ലേ ശ്രീ, നമ്മുടെ റിലേഷൻ. ഞാൻ പറഞ്ഞോളാം. ചിത്തു, അത് ഞാൻ തപ്പണ്ട. ഞാൻ ചിത്തിര, ശ്രീയുടെ മുറപ്പെണ്ണ്, അവൻ്റെ മാത്രം ചിത്തു. കുട്ടി ചിത്തിര എന്ന് തന്നെ വിളിച്ചോളൂ. ആട്ടെ, എന്താ കുട്ടിയുടെ പേര്? നിവേദ കൃഷ്ണൻ. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നപ്പോഴേക്കും കണ്ണുകൾ ഒഴുകാൻ തുടങ്ങിയിരുന്നു. ശ്രീയേട്ടൻ്റെ കൂടെ അവളെ കാണുമ്പോഴൊക്കെ നെഞ്ചു പൊട്ടുന്ന പോലെ. ശ്രീയേട്ടനെ കാണുമ്പോൾ അവളുടെ ചിരിയും ദേഹത്ത് മുട്ടിയിരുമിയുള്ള നടപ്പും എല്ലാം കൊണ്ടും ഭാഗ്യം ചെയ്തവളാണവൾ. ഞാൻ എത്ര തവണ കൊതിച്ചതാണ് ആ കൈകളിൽ കൈ ചേർത്തൊന്ന് നടക്കാൻ, ആ ചിരി കണ്ണിമ വെട്ടാതെ കൊതി തീരെ കാണാൻ. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. നിന്നാലൊരു പക്ഷേ താൻ നെഞ്ചുപൊട്ടി മരിച്ചു പോകും. ഇനിയെങ്കിലും ഞാൻ അംഗീകരിക്കണം ശ്രീയേട്ടൻ തൻ്റെ ആരുമല്ല എന്ന സത്യം. കണ്ടു കണ്ണിറയെ. അവളും എൻ്റെ ശ്രീ അല്ല, അവളുടെ ചിത്തുവിൻ്റെ ശ്രീയേട്ടനും. പിന്നെ അവിടെ നിന്നില്ല, ഇറങ്ങി നടന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ മനസ്സ് മാത്രം ഓടുകയായിരുന്നു, എങ്ങോട്ടെന്നറിയാതെ. കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.